ചിന്നക്കനാലിലെ വനം വകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് പടക്കങ്ങൾ വാങ്ങി നൽകി നാട്ടുകാർ. ആനകളെ നിരീക്ഷിക്കുന്നതിന് സഹായം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടുകാർ പടക്കം വാങ്ങി നൽകിയത്. ഓരോ തവണ ഓരോ ആളുകൾ വാങ്ങി നൽകുവാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പുതിയ RRT സംഘത്തെ നിയോഗിച്ചത്. ആനകളെ നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തുരുത്തി ഓടിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളില്ല. ഇത് മനസ്സിലാക്കിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ RRT ടീമിന് പടക്കങ്ങൾ വാങ്ങി നൽകിയത്. ആനകൾ എത്തുമ്പോൾ പടക്കം പൊട്ടിച്ചവയെ തുരുത്തി ഓടിക്കുവാൻ സാധിക്കും. ഇതിലൂടെ നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഒരുക്കുവാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യഘട്ടമായി ശമ്പകരാജ എന്ന പ്രദേശവാസിയാണ് 15,000 രൂപ ചിലവിൽ പടക്കം വാങ്ങി നൽകിയത്. ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ എത്തിച്ചത്. அதாவது நம்ம வழிக்கு வர்றப்ப சின்ன சின்ன விஷயங்கள் யானைகள்னால சிரமம் இருக்கிறதுனால வெடி வாங்கி கொடுத்தோம்னா அடுத்து கொண்டு போய் ஃபாரஸ்ட் பூமியில் கொண்டு போய் ஏற்றி விடும். நம்ம இருக்கிற வாட்சர் மாதிரி எல்லாரும் நமக்கு சில சப்போர்ட் பண்ண அவங்க உயிரை காப்பாற்றணும், ப்ளஸ் எங்களோட தோட்டத்தையும் காப்பாற்றணும், நாங்களும் சேஃபாக இருக்கணும் அப்படின்றதுனால அவங்களுக்கு வெடி ஃப்ரீயாக மேடிச்சு கொடுத்துருக்கு. இன்னி தேவைப்பட்டால் அதாவது முன் உதாரணமாக எடுத்துக்காட்டுக்காண்டி நம்ம வாங்கி கொடுத்துருக்கு. அடுத்தடுத்த விவசாயி எல்லாரும் அவங்களுக்கு கொஞ்சம் வாங்கி கொடுத்தா அவங்களும் சேஃபாக இருப்பாங்க, நம்மளோட கிருஷியும் சேஃபாக வச்சுருப்பாங்க. அதுக்காக வேண்டி முன் உதாரணத்துக்காக வேண்டி வாங்கி. RRT ടീമുമായി കൈകോർത്ത് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ എടുക്കുവാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.